الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുത്തഖിയായി മരണം വരെ കഴിച്ചുകൂട്ടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നാം എത്ര അണിഞ്ഞൊരുങ്ങിയാലും എത്ര സമ്പാദിച്ചാലും എത്ര സൗകര്യങ്ങൾ ഒരുക്കിയാലും അതെല്ലാം നൈമിഷികമാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുമ്പോൾ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്ത, അപ്പോൾ നൈമിഷികമല്ലാത്ത ബാക്കിയാകുന്ന കാര്യങ്ങൾ എന്താണ്? അതിനുള്ള ഉത്തരമായി നബിയുന വ ഹബീബുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, മരിക്കുന്ന ഒരാളുടെ പിന്നാലെ സമ്പത്തും കുടുംബവും അയാളുടെ കർമ്മങ്ങളും യാത്ര പുറപ്പെടും. രണ്ടെണ്ണം മടങ്ങും കുടുംബവും സമ്പത്തും, ഒന്ന് ബാക്കിയാകും, അത് കർമ്മങ്ങളാണ്. കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുള്ളതാണ്. കർമ്മങ്ങൾ രണ്ട് വിധത്തിലാണുള്ളത്, ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ളവനാവുക, പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട സുഹൃതങ്ങൾ പ്രവർത്തിച്ച് സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോവുക. രണ്ടാമത്തേത് കഫൂറ, നന്ദികേട് കാണിച്ച് സത്യനിഷേധത്തെ പുൽകി പൈശാചിക മന്ത്രണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ തന്റെ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ലോകത്ത് ഇച്ഛകളെ പിൻപറ്റി ജീവിക്കുന്ന അധർമ്മങ്ങൾ. ഇങ്ങനെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമാണ് പ്രവർത്തനങ്ങളായിട്ട് നമ്മെ അനുഗമിക്കുന്നത്. ഇതിൽ സൽക്കർമ്മങ്ങളെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങൾ രണ്ട് വിധത്തിലാണ്. സൽക്കർമ്മങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, അയാൾക്ക് മാത്രം ഉപകാരപ്പെടുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ. അതയാളുടെ നമസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, അതുമല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള ഇബാദത്തുകളാണ്. രണ്ട്, മരണശേഷവും ബാക്കി നിൽക്കുന്ന ഇബാദത്തുകൾ, ആരാധനകൾ, പുണ്യപ്രവർത്തനങ്ങൾ, അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ്. ഇതിൽ ഏതാണ് ഏറ്റവും മഹനീയമെന്നുള്ളത് പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയാണ്. വ്യക്തിപരമായിട്ട് നാം നിർവഹിക്കുന്ന നമസ്കാരവും നോമ്പും തുടങ്ങിയിട്ടുള്ള
ഇബാദാത്തുകൾ അത് പടച്ചറബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയത് കാരണത്താൽ അതിന് അതിന്റേതായ ഗൗരവമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടെ ഉപകാരം ലഭിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്നതാണ് ഉലമാ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ രണ്ടു വിധത്തിലാണ്. അതിന്റെ ഉപകാരം നമുക്കും കിട്ടും, അവർക്കും കിട്ടും. അതിലൊന്ന് അവരുമായി ബന്ധപ്പെട്ട അവരുടെ പാരത്രിക വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക എന്നുള്ളതാണ്. രണ്ട്, അവർക്ക് ഭൗതികമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മുടെ ആഖിറം നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ രണ്ടു തരത്തിലുള്ളതായിരുന്നാലും ശരി, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം അതിനുണ്ട് എന്ന് ഹദീസുകൾ നമ്മുടെ മുന്നിൽ വിവരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഫദ്ലുൽ ആലിം അലൽ ആബിദ് കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അല സായിരിൽ കവാകിബ്. നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആകാശത്ത് പൂർണ്ണചന്ദ്രനെ തെളിഞ്ഞു കാണുന്നത് പോലെ ആലിമിൽ നിന്ന്, ആബിദുകളിൽ നിന്ന് ആലിം വ്യതിരിക്തനായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇൽമ പഠിച്ച് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കുമ്പോൾ ഒരാൾ മനസ്സിലാക്കിയത് ഏറ്റവും പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആബിദായി മാറുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഫദ്ലുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കാരണം ഒരാൾ സന്മാർഗം പ്രാപിച്ചാൽ അറബികൾക്ക് ഏറ്റവും വിശിഷ്ടമായ ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് ഒരു ഹദീസിലും, മറ്റൊരു ഹദീസിൽ ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് മറ്റൊരു ഹദീസിലും വന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മാത്രം ഉപകാരപ്പെടുന്ന ആരാധനകൾ നമ്മുടെ മരണത്തോടുകൂടെ നിലച്ചുപോകും. ഉദാഹരണം പറഞ്ഞാൽ ജുമഅ. നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് ജുമഅയിൽ പങ്കെടുത്തു, മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജുമഅയില്ല, നമുക്ക് നമസ്കാരമില്ല. നമ്മുടെ മരണത്തോടുകൂടെ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ നിലച്ചുപോയി. എന്നാൽ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ, സ്വന്തം ഇബാദത്തുകളിൽ, സ്വന്തം സലാഹിയത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഗുണം ലഭിക്കുന്ന ഇബാദത്തുകളിൽ കൂടെ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ മരണം മുറിക്കാത്ത കർമ്മങ്ങളായി അത് അവശേഷിക്കും എന്നുള്ളതാണ്. എത്ര കാലം നാം ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര വയസ്സ് ഇവിടെ ജീവിച്ചു എന്നതായിരിക്കണം ഒരുപക്ഷെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മരിച്ചിട്ടും മരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അമാനി മൗലവി റഹിമഹുല്ല മരണപ്പെട്ടിട്ട് കൊല്ലങ്ങളായി. പക്ഷെ മലയാളക്കരയ്ക്ക് ഏറ്റവും നല്ല ബൃഹത്തായ ഒരു തഫ്സീർ, അതിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ജീവിതത്തിന്റെ 25 വർഷങ്ങൾ മാറ്റിവെച്ച് അദ്ദേഹവും പണ്ഡിത സുഹൃത്തുക്കളും ചേർന്നുണ്ടാക്കിയ ബൃഹത്തായ ആ തഫ്സീർ നമുക്ക് ഒരു അവലംബം തന്നെയാണ്. അവരിലൂടെ, ആ തഫ്സീറിലൂടെ അവർ ജീവിക്കുകയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല മരിക്കുമ്പോൾ ഇമാം മുസ്ലിം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനായി ഉണ്ടായിരുന്നത്. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച അദ്ദേഹത്തിന് ഇല്ലാത്ത വാദമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മേൽ ആരോപണം ഉന്നയിക്കുകയും ഭരണകൂടം സ്വാധീനവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ ദർസുകളെ തടയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് മരിക്കുമ്പോൾ ഒരു ശിഷ്യൻ ഇമാം മുസ്ലിം മാത്രമായിരുന്നു ബാക്കിയുണ്ടായത്. പക്ഷേ മരണാനന്തരം ഇന്നും ഇമാം ബുഖാരി സ്മരിക്കപ്പെടുന്നു. സഹീഹുൽ ബുഖാരി എല്ലാവരും അവലംബിക്കുന്നു. അസഹുൽ കിതാബ് ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹീഹായ ഗ്രന്ഥം എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് സഹീഹുൽ ബുഖാരിയെയാണെങ്കിൽ ആ മഹാപണ്ഡിതൻ ഇന്നും ജീവിക്കുന്നു. നിരവധി പണ്ഡിതന്മാരുടെ ചരിത്രം ഇതുപോലെ തന്നെയാണ് നാം വായിക്കുന്നത്. പ്രവാചകന്മാർ അവരുടെ സ്വജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയവരായിരുന്നില്ല. അവർ സമൂഹത്തിൽ ഇറങ്ങിയവരായിരുന്നു, മുസ്ലിമായി ജീവിച്ച് കാണിച്ചവരായിരുന്നു, സമൂഹത്തിന്റെ പ്രതിസന്ധികളിൽ ഇടപെട്ടവരായിരുന്നു. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ രാജാവിനോട് പറയുന്നത്, നാടിന്റെ ഖജനാവിന്റെ അധികാരം നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക എന്നാണ്. രാജ്യത്തെ നേരിടാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ അതിജയിക്കാനുള്ള ആ ഒരു നേതൃപാടവം മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഉപയോഗപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഫിർഔനിനെ ഭയന്നുകൊണ്ട് രാജ്യം വിടുമ്പോൾ ഈജിപ്തിൽ നിന്ന് ദിവസങ്ങളോളം സമയമെടുത്ത് കാൽനടയായി അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോഴാണ് 2 പെൺകുട്ടികൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാതെ മാറി നിൽക്കുന്നത് കാണുന്നതും, ഞാൻ തന്നെ പ്രശ്നത്തിലാണ്, എന്നിട്ട് എന്റെ പ്രശ്നം തീരട്ടെ, എന്നിട്ടല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് ചിന്തിക്കാതെ
എന്താണ് മാറി നിൽക്കുന്നത് എന്ന് അന്വേഷിച്ച് വെള്ളം കൊടുക്കാൻ സഹായിച്ച് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എടുത്ത ആ ഒരു പ്രവർത്തനത്തെ പണ്ഡിതന്മാർ ഈ ഒരു രംഗത്ത് നമുക്ക് വലിയൊരു മാതൃകയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും ഇതിന് വിരുദ്ധമല്ല. റസൂലുള്ളാഹി ഹിറാ ഗുഹയിൽ വെച്ച് പേടിച്ച് വിറച്ചു വരുമ്പോൾ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചത് എന്തു പറഞ്ഞിട്ടാണ്? പ്രവാചകരെ, താങ്കൾ വിഷമിക്കേണ്ടതില്ല, താങ്കൾ ഇവിടുത്തെ പ്രയാസപ്പെടുന്നവർക്ക് സഹായിയാണ്, ഇവിടുത്തെ പാവങ്ങൾക്ക് അത്താണിയാണ്, വിഷമിക്കുന്നവരുടെ കൂടെയാണ് താങ്കൾ, അതുകൊണ്ട് താങ്കളെ അല്ലാഹു ഒരിക്കലും കൈവിടിയുകയില്ല എന്നാണ്. പ്രവാചകനെ കൂടെ ജീവിച്ച സ്വഹാബത്തിനും ഈ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നാടുവിടുമ്പോൾ ഇബ്നു ദഗിന്ന എന്ന പേരുള്ള മറ്റൊരു മുസ്ലിം അല്ലാത്ത മനുഷ്യൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അബൂബക്കർ, താങ്കളെപ്പോലുള്ള മനുഷ്യന്മാർ ഈ നാടിന് ആവശ്യമാണ്, താങ്കൾ ഇവിടുന്ന് പോകരുത് എന്നായിരുന്നു അദ്ദേഹം തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞത്. എങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയെ കൊണ്ട് യാത്രാ സംഘത്തിലെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ പ്രസവം എടുപ്പിച്ചു എന്നും പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെയുമായിട്ട് അവർ വന്ന്, ഖലീഫ, അങ്ങയുടെ കൂട്ടുകാരൻ അമീർ മുഅ്മിനീൻ, അങ്ങയുടെ കൂട്ടുകാരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഈ യാത്രാ സംഘം തന്നെ അറിയുന്നത് ഇത് ഖലീഫയാണെന്നും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്നും കിസ്റയും കൈസറും പേര് കേട്ടാൽ തന്നെ വിറക്കുന്ന ആ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബാണ് അവരുടെ പത്നിയെ കൊണ്ട് തന്റെ ഭാര്യയുടെ പ്രസവമെടുപ്പിച്ചത് എന്നതും അവർ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലെ നിരവധി ആരാധനയിൽ, ഇബാദത്തിൽ പടച്ചറബുമായി ഏറ്റവും അടുത്തു കഴിഞ്ഞ അവര്, ജമാഅത്തിന്റെ ഒന്നാമത്തെ സഫിൽ നിന്ന് അവര് പടച്ചറബിനെ ഓർത്ത് കരഞ്ഞ് സുജൂദിൽ കിടന്ന മണ്ണ് പോലും നനഞ്ഞുപോയ അവര്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് ബോധമറ്റ് വീണ അവര്, ജീവിതകാലം ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച അവര് സമൂഹത്തിൽ ഇറങ്ങിയവരായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന്റെ ഗുണം എത്രത്തോളമാണ് എന്നുള്ളത് റസൂലുള്ള പറഞ്ഞ ഈ ഒരു ഹദീസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാളും തന്നെ, ഒരു മുസ്ലിമും ഒരു ചെടിയും നടുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് തിന്നുന്ന ജന്തുക്കളുടെയും പറവകളുടെയും മനുഷ്യന്മാരുടെയും ഒക്കെ അതിൽ നിന്ന് കഴിക്കുന്നതിനൊക്കെ സ്വതക്കയുടെ കൂലി രേഖപ്പെടുത്തിയിട്ടല്ലാതെ ആ മനുഷ്യനൊരു ചെടി നടാൻ പോലും സാധിക്കില്ല എന്നാണ്. അതായത് ഫലമുണ്ടാകുന്ന ഒരു ചെടി, അതിൽ നിന്ന് അതിന്റെ ഫലം ഒരു പക്ഷി കൊത്തി തിന്നാൽ, അതിന്റെ ഇല ഒരു മൃഗം കഴിച്ചാൽ, ആളുകൾ അതിന്റെ തണലിൽ ഒന്ന് വിശ്രമിച്ചാൽ, ആളുകൾ അതിന്റെ പഴം തിന്നാൽ, അതിൽ നിന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയാൽ പോലും അത് കൃഷി ചെയ്ത ആൾക്ക് സ്വതക്കയുടെ പുണ്യം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, കൃഷിയുടെ മാഹാത്മ്യമാണിത്. മറ്റേതൊരു കാര്യത്തെക്കാളും കൃഷി നമുക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഇമാം നവവി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിമിന്റെ ശറഹ് മുസ്ലിമിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പാവപ്പെട്ടവർ വന്നുകൊണ്ട് പറഞ്ഞല്ലോ, നബിയെ, പണക്കാർ സ്വർഗം കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയുടെ വലിയ പട്ടിക അവർക്ക് വായിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതെല്ലാം സ്വതക്കയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മ കൽപ്പിക്കൽ സ്വതക്കയാണ്, തിന്മ വിരോധിക്കൽ സ്വതക്കയാണ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കൽ സ്വതക്കയാണ്, ഒരാളുടെ ഷൂവിന്റെ കയറ് കെട്ടിക്കൊടുക്കൽ സ്വതക്കയാണ്, ഒരാൾക്ക് വാഹനത്തിലേക്ക് കയറാൻ സഹായിക്കൽ സ്വതക്കയാണ്, ഒരാളുടെ പൊട്ടിയ ബക്കറ്റ് തുന്നിച്ചേർക്കുന്നത് സ്വതക്കയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം ഇണയോടൊത്ത് ഹലാലായ ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സന്ധിക്കും നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിലും സ്വതക്ക കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി എന്താണ്? വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, മറ്റുള്ളവരോട് നല്ല നിലക്ക് സംസാരിക്കൽ സ്വദഖയാണ്. വബികുല്ലി ഖുത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സ്വദഖ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നാം നടത്തുന്ന ഓരോ നടത്തവും സ്വദഖയാണ്. വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് സ്വദഖയാണ്. അപ്പോൾ പരോപകാരം എന്ന് പറയുന്നത് വലിയൊരു മഹത്വമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ കപടന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, വയംനഊനൽ മാഊൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്താണ് നമസ്കാരത്തിന്റെ പ്രത്യേകത? അവർ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. വയംനഊനൽ മാഊൻ, അവർ പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവരുമാകുന്നു
എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ മഊനിൽ പറയുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം മക്കിയാണെന്നും രണ്ടാമത്തെ ഭാഗം മദനിയാണെന്നും ആദ്യ ഭാഗം മക്കയിലെ മുശ്രിക്കു മക്കയെ കുറിച്ചാണ് പറയുന്നത് എന്നും രണ്ടാമത്തെ ഭാഗം മദീനയിലെ മുനാഫിക്കുകളെ കുറിച്ചാണ് പറയുന്നത് എന്നുമൊക്കെ മുഫസ്സിറുകൾ ഈ സൂറത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ദൽ, പ്രവാചകരെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഖാലിക സുറൂർ അലാ മുഅ്മിൻ, ഒരു മുഅ്മിനെ നീ സന്തോഷത്തോടുകൂടെ സമീപിക്കലാണ്, ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കലാണ്. വായ തുറന്നാൽ വിഷമിപ്പിക്കുന്ന, സമാധാനം കെടുത്തുന്ന, അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, അങ്ങനെ സംസാരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷമെത്തിക്കുക ഒന്ന് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ വിശപ്പകറ്റുക. വിശക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഉള്ളത് കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പ്രവാചകൻ പറഞ്ഞു, അവന്റെ നഗ്നത മറക്കുക, വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നമുക്ക് ഉടുപ്പെടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വസ്ത്രമെടുക്കുമ്പോൾ, നമ്മുടെ അയൽപ്പക്കത്തുള്ള പാവങ്ങൾക്ക്, നമ്മുടെ പരിചയത്തിലുള്ള രോഗികൾക്ക്, വിധവകൾക്ക്, അനാഥകൾക്ക് ഒരു കൂട്ടം ഡ്രസ് എടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും അഫ്ദലായ കർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരുത്തന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുക. എനിക്കപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഓന്റെ ആവശ്യമല്ലേ എന്നാണ് ആളുകളുടെ ഒരു സമീപനം. നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, സമീപിക്കുന്ന, ബന്ധം നിലനിർത്തുന്ന ആളുകളായിട്ട് പൊതുവെ എല്ലാവരും മാറിയിട്ടുണ്ട് അല്ലേ? ആ ഒരവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരുത്തന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള ശ്രമം അത് അഫ്ദലായ കർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സുഹൃത്തുക്കൾ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? നിഅമത്തുൽ ഇസ്ലാം. ഒരു സംശയവുമില്ല, നിഅമത്തുൽ ഇസ്ലാമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് ഏറ്റവും മഹനീയമായ കർമ്മമാണ്. ഒരു വിശന്ന നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീക്ക് അല്ലാഹു സ്വർഗം കൊടുത്തെങ്കിൽ ലോകത്തൊരു മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിച്ചു കൊടുക്കലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ലഘുലേഖയായി, ഒരു പുസ്തകമായി, ഒരു വീഡിയോ ആയി, ഒരു ഓഡിയോ ആയി, ഒരു ചെറിയ ക്ലിപ്പായിട്ടെങ്കിലും കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലമ ഇൽമൻ ഫലഹു അജ്റു മൻ അമില ബിഹി ലാ യൻഖുസു മിൻ അജ്രിൽ ആമിൽ. ഒരാൾ ഒരു ഇൽമ് മറ്റൊരുത്തിനെ പഠിപ്പിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നവൻ ലഭിക്കുന്ന പുണ്യത്തിൽ ഒരംശവും കുറയാതെ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കും. മക്കൾ ആരെ പഠിപ്പിക്കേണ്ടത്? അത് ഉസ്താദിന്റെ പണിയാണ്. മാസത്തിൽ 30 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എന്ത് പഠിപ്പിക്കും? നമ്മൾ ഏൽപ്പിച്ച പണിയാണല്ലോ തർബിയത്ത്. നമുക്കറിയാവുന്ന കാര്യം മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതിന്റെ പുണ്യം നമുക്ക്, നമ്മുടെ ഇണകളിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പുണ്യം നമുക്ക്, നമ്മുടെ പരിചയക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതിന്റെ പുണ്യം നമുക്ക്. ആ രംഗത്ത് നമ്മൾ മടി കാണിച്ചാൽ, നമുക്ക് ഇൽമില്ല, നമുക്ക് ദഅവത്തിന് പറ്റില്ല, അതൊക്കെ ബിദ്അത്താണ്, അതൊന്നും ശരിയല്ല എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞാൽ, വൽ തകും മിൻകു ഉമ്മ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. വിജയിക്കുന്ന കക്ഷികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളൊരു വിഭാഗം ഉണ്ടാകട്ടെ. എന്താ അവിടെ ക്വാളിറ്റി? അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കുന്നവരാകുന്നു അവര്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഇനി ഇൽമുള്ള പണ്ഡിതന്മാർ നടത്തിയ ക്ലാസുകൾ, പ്രസംഗങ്ങൾ, ലഘുലേഖകൾ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കി, അറിഞ്ഞുച്ചരിച്ച് പഠിച്ച കാര്യങ്ങൾ. ഇൽമ് പറയാൻ മാത്രമല്ലല്ലോ. ഇമാം ബുഖാരി സ്വഹീഹിൽ ഒരു ബാബ് തന്നെ കൊടുത്തു, ബാബുൽ ഇൽം ഖബ്ലൽ ഖൗലി വൽ അമൽ. പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് ഇൽമുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ശർത്ത് അൽ ഇൽം എന്നാണ്, അറിവുണ്ടാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരുത്തൻ അറിഞ്ഞുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെറും അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദ് റസൂലുള്ളാഹിയും പഠിച്ചിട്ടാണ് അബൂദർ ഗിഫാരി മക്കയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് ഗിഫാർ ഗോത്രത്തിലേക്ക് പോയത്. അവിടെ ദഅവത്ത് നടത്തി ഗോത്രത്തെ മുഴുവൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അത് വലിയൊരു മഹനീയമായ കർമ്മമാണ്. സുഹൃത്തുക്കളെ കേട്ടോളൂ, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർദീൻ ഹത്ത النملة في جحرها وحتى الحوت لا يصلون على معلم الناس الخير. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശ ലോകത്തുള്ള മലക്കുകളോട് മഹത്വം പറയും, അല്ലാഹു കരുണ ചൊരിയും. വമലായികതഹു മലക്കുകൾ പ്രാർത്ഥിക്കും, വഅഹ്ലസ് സമാവാതി വൽ അർദീൻ ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകളും ഹത്ത النملة في جحرها
മാളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഉറുമ്പുകൾ, വഹത്തൽ ഹൂത്ത് മത്സ്യങ്ങൾ, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ ജനങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന അധ്യാപകന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, എന്തിനാണ് ദഅവത്ത്? എന്തിനാണ് പ്രബോധനം? ഇത് കടമത്സരത്തിനുള്ളതാണോ? ഇത് പാരവെപ്പിനുള്ളതാണോ? ഇത് പരസ്പരം അടികൂടാനുള്ളതാണോ? മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ കൂലി നമുക്ക്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്മാർ മുഴുവൻ നാശത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നന്മ കൽപ്പിക്കുന്ന, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു ഇബാദത്താണിത്. ദഅവത്ത് അത് ഇബാദത്താണ്. അതിലൂടെ നമുക്ക് ഒരുപാട് പുണ്യം ലഭിക്കുമെന്ന കാര്യം സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം നന്നായി പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ പറയാ, വകുല്ലൻ ജഅൽനാ സ്വാലിഹീൻ, എല്ലാവരെയും നാം സ്വാലിഹികളാക്കി. വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, അതോടൊപ്പം നമ്മുടെ കൽപ്പനപ്രകാരം ആളുകൾക്ക് സന്മാർഗം കാണിക്കുന്നവരാക്കി അവരെ മാറ്റുകയും ചെയ്തു. അവർ സ്വാലിഹീങ്ങളായിട്ട് എന്ത് ചെയ്തു? അവർ ജനങ്ങളെ ഹിദായത്തിലേക്ക്, വഹയിലേക്ക് ക്ഷണിക്കുന്നവരാക്കി നാം അവരെ മാറ്റുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം വിമർശിക്കപ്പെടുന്ന കാലത്ത് നമ്മുടെ ബാധ്യതയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, ജിഹാദിനേക്കാൾ വലിയ പുണ്യമുള്ള കാര്യമുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഒന്നുമില്ല. കമസലി സ്വാഇമിൽ ഖായിം അൽ ഖാനിത് ബി ആയാത്തില്ലാഹ് ലാ യഫ്തറു മിൻ സിയാമിൻ വലാ സ്വലാത്തിൻ ഹത്താ യർജി അൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. രാവും പകലും മുഴുവൻ വ്രതമനുഷ്ഠിക്കുന്ന, അത്രയും സ്ഥിരമായി ചെയ്യുന്ന ഒരാളെക്കാൾ അവനുണ്ടെങ്കിൽ അവനുണ്ടാകും. രാവും പകലും ഒരാൾ നോമ്പും അതുപോലെ തന്നെ നിസ്കാരവുമായി കഴിച്ചു കൂട്ടുകയും അയാൾ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ വെറും ജിഹാദ് ചെയ്തവനേക്കാളും മുകളിലാണ്. എന്നാൽ അതല്ലാത്ത ഒന്നും തന്നെ ജിഹാദിന് മുകളിലില്ല എന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ മണ്ണിൽ എന്താ ജിഹാദ്? ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്ന കാലത്ത് ഇസ്ലാമിനെ സംരക്ഷിക്കാനും തെറ്റുധാരണകൾ നീക്കിക്കൊടുക്കാനും ശ്രമിക്കുന്നതിന് പകരം ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് ലിബറലിസത്തെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ വസ്ത്രവും നമ്മുടെ വേഷവും അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നതിനാണോ സംരക്ഷണം എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ട് ഇനി ഞങ്ങൾ സകാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞത് എന്താണ്? അയ്യുഹലികു ഹാദ ദീൻ വഅന ഹയ്യുൻ, ഞാനിവിടെ ജീവിച്ചിരിക്കെ ഈ ദീൻ ഇവിടെ തകർക്കപ്പെടുകയോ സമ്മതിക്കില്ല ഞാനെന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ള പണി സുഹൃത്തുക്കളെ നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് ബാക്കിയാകുന്ന വലിയൊരടയാളമാണ്. മറ്റുള്ളവരിലേക്ക് ഈ ഹിദായത്തിനെ, ഈ സന്മാർഗത്തെ, ഈ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നതോടൊപ്പം ദീനീ സ്ഥാപനങ്ങൾക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്നഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ ഇതിന് തത്തുല്യമായൊരു ഭവനം അള്ളാഹു സ്വർഗ്ഗത്തിൽ ഉണ്ടാക്കി കൊടുക്കും എന്നാണ്. മദീന പള്ളിയുടെ നിർമ്മാണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പങ്കാളിയായിരുന്നു. റസൂലുള്ളാഹ് ഇഷ്ടിക സ്വന്തം ചുമലിൽ താങ്ങിയിരുന്നു എന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. അമ്മാർ ഇബ്നു യാസിർ സ്വന്തം ചുമലിൽ ഇഷ്ടികകൾ ധാരാളം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ റസൂലുള്ളാഹ് ആ മണ്ണ് തട്ടിക്കൊടുത്തിട്ട് പറയുമായിരുന്നു, അമ്മാർ ശത്രുക്കളുടെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെടും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ വരെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരാൾ മരിച്ചാലും അവന്റെ ഹസനാത്ത് മരണശേഷവും അയാളിലേക്ക് ചെന്ന് ചേരും. ഇൽമുൻ അല്ലമഹു വനശറഹു, പഠിച്ച് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ച ഇൽമ്. വവലദൻ സ്വാലിഹൻ തറകഹു, സ്വാലിഹായ അവൻ ഉപേക്ഷിച്ചു പോയ മകൻ അല്ലെങ്കിൽ മകൾ, സന്താനം. വമുസ്ഹഫൻ വറസഹു, ആളുകൾക്ക് പാരായണം ചെയ്യാൻ നമ്മൾ വഖഫ് ചെയ്തു വെച്ച ഖുർആൻ. വമസ്ജിദൻ ബനാഹു, അല്ലാഹുവിനെ ആരാധന നിർവഹിക്കാൻ വേണ്ടി നിർമ്മിച്ച പള്ളി. ഔ ബൈതൻ ലിബ്നി സബീലി ബനാഹു, വഴിയാത്രക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സത്രങ്ങൾ നിർമ്മിച്ചവൻ. ഔ നഹറൻ അജ്റാഹു, ആളുകൾക്ക് വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് വെള്ളം ഒഴുക്കിക്കൊടുത്തവൻ. ഔ സദഖതൻ നഖറജഹ മിൻ മാലിഹി മിൻ സിഹ്ഹതിഹി വഹയാതിഹി, അവന്റെ ആരോഗ്യമുള്ള സമയത്തും അവന് ആവശ്യമുള്ള സമയത്തും അവൻ സദഖ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സദഖയും യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അവന്റെ മരണശേഷവും അവനിലേക്ക് ഒഴുക്കപ്പെടും. പള്ളിയിൽ വീഴുന്ന ഓരോ സുജൂദും ഖബറിലേക്കാണ്. ഓതുന്ന ഖുർആൻ, നമ്മൾ വഖഫ് ചെയ്ത ഖുർആൻ എടുത്ത ആളുകൾ ഓതുന്ന സമയം അത്രയും
അത് നമ്മുടെ ഖബറിലേക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് സമൂഹത്തിനു കൂടെ ഉപകാരം ലഭിക്കുന്ന തരത്തിലുള്ളതായാൽ അത് മരണത്തിന് ശേഷവും ബാക്കിയായിട്ടുണ്ടാകുമെന്നാണ് സഹോദരന്മാരെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ആളുകൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർക്കും ഇത് വലിയൊരു കൂലിയാണ്. വ്യക്തികൾ തമ്മിൽ അകൽച്ചയായിരിക്കാം, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായിരിക്കാം, സമൂഹത്തിൽ വ്യത്യസ്തമായ ഘടകങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അവിടെയെല്ലാം മസ്ലഹത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വായിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ സ്ഥാനങ്ങൾ, അറിവുകൾ, കഴിവുകൾ, മറ്റു ഡെസിഗ്നേഷനുകൾ ഇതുപയോഗിച്ച് മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശുപാർശയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്ഫഉ തുജറു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ പറയുക. നല്ല കാര്യത്തിന് റെക്കമെൻഡും സപ്പോർട്ടും ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ലീഡർഷിപ്പും നമ്മുടെ അധികാരവും നമ്മുടെ തറവാടിന്റെ മഹിമയും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്ക് വലിയൊരു പുണ്യകരമായിട്ടുള്ള കാര്യമാകും. അത് മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും നമുക്കത് വലിയ പുണ്യമുള്ള കാര്യമാവുകയും ആ എന്തൊരു നന്മയ്ക്കു വേണ്ടിയാണോ നാം ശുപാർശ ചെയ്തത് അത് ഫലിച്ചാലും, അതായത് നാം ഉദ്ദേശിച്ച മസ്ലഹത്ത് നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങളതൊന്ന് ചെയ്തു കൊടുക്കണം, അയാൾ അർഹനാണ് എന്ന് പറഞ്ഞിട്ട് ആ അപേക്ഷ തള്ളപ്പെട്ടാലും ഞാൻ ശുപാർശ ചെയ്തിട്ട് സ്വീകരിച്ചില്ലല്ലോ എന്ന ഈഗോ ഒന്നും ആർക്കും വേണ്ട, എന്നാലും കൂലി ഉറപ്പാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മറ്റുള്ളവർക്ക് വേണ്ടി പിന്നെ ശുപാർശകൾ നടത്താൻ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മസ്ലഹത്തിലൂടെ തീർക്കാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചാൽ സമാധാനം കുടികൊള്ളുന്ന കാലമത്രയും നമുക്ക് കൂലിയുണ്ടാകും. ആളുകളുടെ പ്രതിസന്ധിയിൽ നമുക്ക് കാവലാകാൻ പറ്റിയാൽ അത് നമുക്ക് പടച്ചറബിന്റെ സംരക്ഷണം ലഭിക്കാനുള്ള വലിയൊരു കാരണമാണ്. നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ച ഹദീസ്, അതിന്റെ ആശയം, ഒരു മുസ്ലിമിന്റെ പ്രയാസം ദുനിയാവിൽ നീക്കിക്കൊടുത്താൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവന്റെ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കിക്കൊടുക്കും. പ്രയാസം അനുഭവിക്കുന്ന ഒരുത്തിന് എളുപ്പം കൊടുത്താൽ ദുനിയാവിലും പരലോകത്തും അള്ളാഹു എളുപ്പം കൊടുക്കും. ഒരു മുഅ്മിനിന്റെ ന്യൂനത മറച്ചുവെച്ചാൽ ദുനിയാവിലും പരലോകത്തും അള്ളാഹു നമ്മുടെ ന്യൂനത മറച്ചുവെക്കും. അവസാനത്തെ ഭാഗം, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി, തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. എല്ലാ പ്രശ്നവും തടയാനുള്ള മാർഗം സനാഇഉൽ മഅറൂഫ് തഖി മസാരിഅ സൂ, സനാഇഉൽ മഅറൂഫ്, സുഹൃതങ്ങൾ പ്രവർത്തിക്കുക, നന്മകൾ ചെയ്യുക, ആളുകൾക്ക് സേവനമനുഷ്ഠിക്കുക, അത് നമ്മുടെ പ്രയാസങ്ങൾ നീക്കിക്കിട്ടും. വസദഖത്തു സിർ തുത്ഫി ഗളബ റബ്ബ്, രഹസ്യമായി കൊടുക്കുന്ന സദഖ പടച്ചോന്റെ കോപത്തെ കെടുത്തിക്കളയും. വസീലത്തുർ റഹിം തസീദു ഫിൽ ഉംർ, കുടുംബബന്ധം ചേർത്താൽ അത് നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാവും. സുഹൃത്തുക്കളെ, ഒരു ഹദീസ് നമ്മൾ ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്ന ഹദീസായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ അബാദൻ യഖ്തസ്സുഹും ബിന്നിഅം ലിമനാഫിഇൽ ഇബാദ്, അല്ലാഹു ചില മനുഷ്യർക്ക് പ്രത്യേക ചില അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അവ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടേണ്ടതാണ്, ഓന് മാത്രമല്ല. യുഖിറുഹും ഫീഹാ മാ ബദലുഹാ ഫഇദാ മനഉഹാ നസഅഹാ മിൻഹും ഫഹവലഹാ ഇലാ ഗൈരിഹിം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ അവൻ അത് വിനിയോഗിക്കുമ്പോഴെല്ലാം ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കും. അതിൽ നിന്ന് ജനങ്ങളെ അവൻ തടയുകയാണെങ്കിലോ ആ അനുഗ്രഹങ്ങൾ അല്ലാഹ് അവനിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന ചില നിഅമത്തുകൾ അത് നമുക്ക് മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൂടെ അതിൽ നിന്ന് ഉപകാരമെടുക്കേണ്ടതാണ്. അത് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ പിടിച്ചു വെച്ച് അതെനിക്ക്, എന്റെ കുടുംബത്തിന്, എന്റെ സന്തോഷത്തിന്, എന്റെ സമാധാനത്തിന്, എന്റെ ആർഭാടത്തിന്, എന്റെ അടിപൊളിക്ക് അതിന് തന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ അത് അള്ളാഹു എടുത്തിട്ട് വേറൊരുത്തിന് കൊടുക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ സീരിയസോടുകൂടെ ആയിരിക്കണം. താബിഈയായ പണ്ഡിതൻ ഫുളൈൽ ഇബ്നു ഉബാദ അത്തമീമി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം പറയാണ്, ഒരാൾ തന്റെ ആവശ്യവുമായിട്ട് സഹായം തേടി വന്ന ആളോട് പറയാണ്, നന്ദിയുണ്ട്, താങ്കളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ താങ്കൾ എന്റെ അടുക്കലേക്ക് തന്നെ വന്നല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് നന്ദിയുണ്ട്. കാരണം മറ്റുള്ളവർ അവരുടെ ആവശ്യങ്ങളുമായി നമ്മുടെ കോലായിൽ വരുന്നു എന്നുള്ളത് ഒരു നിഅമത്താണ്. അതിനെ ബുദ്ധിമുട്ടായിട്ട് ആരും കാണണ്ട. വാതിലുകൾ കൊട്ടിയടക്കുന്നവർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊട്ടിയടക്കുമെന്ന് വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നാശത്തിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വല്ലവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ യഥേഷ്ടം നൽകി, പക്ഷെ അതിൽ നിന്ന് ആരെങ്കിലും വന്ന് തേടുമ്പോ ആവശ്യക്കാരവൻ അവഗണിച്ച് തള്ളിയാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഖദ് അർള തിൽക നിഅമത ലിസ്സവാൽ, ആ അനുഗ്രഹങ്ങൾ മുഴുക്കെ നാശത്തിന് വിധേയമാക്കപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുക്കുക. ദാനധർമ്മത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? കടമാണ്, അള്ളാഹ്ക്ക് കടമാണ്. കടം കൊടുത്താൽ എന്താ അർത്ഥം? ദാനം പ്രതിഫലമായിട്ട് പടച്ചോൻ തിരിച്ചു വരും. അല്ലെങ്കിൽ അന്ത്യനാൾ വരെ നമുക്ക് പടച്ചോനായിട്ടൊരു ബാധ്യതയാണത്. പടച്ചോൻ നമ്മൾ കടം കൊടുത്തിട്ടുണ്ട്, അത് നമ്മളും പടച്ചോൻ തമ്മിലുള്ള ആ ഒരു കണക്ഷന് എപ്പോഴും ഒരു ഉപകാരപ്പെടുന്ന കാര്യമാണ്. പിന്നെ കടം എത്ര കാലം കഴിഞ്ഞാലും ഞമ്മക്കെന്നെ തിരിച്ചു തരാനുള്ള സാധനമാണ് കടം. അതുകൊണ്ട് പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കുന്നിടത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ നഖസ മാലുൻ അബ്ദിൻ മിൻ സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മറ്റൊരു ഹദീസ്, വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖറിൻ. ചോദിച്ചു വരുന്ന ആളുടെ മുന്നിൽ നമ്മുടെ വാതിൽ നാം തുറന്നു കൊടുത്തില്ലെങ്കിൽ അള്ളാഹു അവന്റെ മുന്നിൽ ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ചോദിച്ചു വരുന്ന ആളുടെ മുന്നിൽ നമ്മൾ വാതിൽ കൊട്ടിയടച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഒരുപാട് ആളുകൾ, രോഗികൾ, പാവങ്ങൾ, വിധവകൾ, യതീമുകൾ. യതീമിനെ സംരക്ഷിക്കുന്നവൻ എന്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെയാണ്. വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ രാത്രി മുഴുവൻ നിസ്കരിച്ച് പകൽ മുഴുവൻ നോമ്പ് നോറ്റവന് തുല്യമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിക്കാകുമ്പോൾ അത് നമുക്ക് വലിയൊരു കാര്യമാണ്. തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പ് വെട്ടിയാൽ പോലും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ട, ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ പോലും അത് സദഖയുടെ കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ട ഇബാദത്തുകളിൽ ശ്രദ്ധ നല്ലോണം കേന്ദ്രീകരിക്കണം. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടഞ്ഞു വെക്കുമാറാവട്ടെ. ഏറ്റവും മാന്യമായ നിലക്ക് ജീവിക്കാനും മാന്യത മാത്രം ആളുകളുമായിട്ട് പങ്കുവെക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല വിദ്യാഭ്യാസവും ദീനും നല്ല ഭാവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ പ്രായമായവർക്ക് അള്ളാഹു ആഫിയത്തുള്ള അമൽ സ്വാലിഹുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വഴിയിൽ അഹോരാത്രം അധ്വാനിക്കാനുള്ള നല്ല മനസ്സും ആരോഗ്യവും കരുത്തും ഈമാനും ബുദ്ധിയും അറിവും കഴിവും പ്രദാനം ചെയ്യട്ടെ. എല്ലാ പൈശാചികതയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.